ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇന്നലത്തെ സാധാ ദിവസം പോലെ തന്നെ ബിഗ് ബോസിൻ്റെ ഡേ 11 റിവ്യൂ കേട്ടോ. അപ്പോൾ ഇന്നലെ ഇതേപോലെ നമ്മൾ ചെറിയ ചെറിയ കുറേ ഫൈറ്റ്സ് കണ്ടു. അപ്പം ഇന്നലെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വീണ്ടും കിച്ചണിലുള്ളൊരു ഫൈറ്റായിരുന്നു. അപ്പോൾ അനീഷടുത്തും അതേപോലെ തന്നെ അനീഷും തമ്മിൽ വെറുതെ ഓരോ ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ട് ഫൈറ്റ് ചെയ്യുക. എന്താ അപ്പം അനീഷടുത്ത് പറയുന്നുണ്ട് അനീഷിന് വേണ്ടി എന്തും ചെയ്യും, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഫൈറ്റ്സ്, അങ്ങനെയാണ് ഫൈറ്റ് തുടങ്ങുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടത് ബിഗ് ബോസിൻ്റെ 3rd ടാസ്ക്കാണ് മിഡ് വീക്ക് ടെർമിനേഷന് വേണ്ടിയിട്ട്. അപ്പോൾ അതിനകത്ത് ഇതേപോലെ തന്നെ ബിഗ് ബോസ് ഷോ എന്നായിരുന്നു എൻ്റെ പേര്. അപ്പോൾ എല്ലാവരും അതിനകത്ത് നന്നായി ചെയ്തു. ശൈത്യയും ആതിരയും നൂറിയും അവർ നന്നായി ചെയ്തു, പക്ഷെ അവർക്ക് പോയിൻറ്റ്സ് കുറവായിരുന്നു. അപ്പോൾ അനീഷ് തന്നെ അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് ജഡ്ജ്മെൻറ്റ് ഒട്ടും ഫെയർ അല്ല, അനീഷിൻ്റെ ടീം ആയത് കാരണം മാത്രമാണ് അവർക്ക് പോയിൻറ്റ്സ് ഭയങ്കര കുറഞ്ഞു കിട്ടിയത്. കാരണം ജഡ്ജ്മെൻറ്റ് അത്രയും ഫെയർ അല്ല, അനീഷിനെ ഇഷ്ടമല്ലല്ലോ ഓൾറെഡി അവർ കുറേ പേർക്ക്. അപ്പോൾ ഒരൊറ്റ റീസണിലാണ് അവർക്കുള്ള പോയിൻറ്റ്സ് കുറഞ്ഞതാണ് അനീഷ് തന്നെ പറഞ്ഞത്. പിന്നെ നമ്മൾ കണ്ടത് അവരുടെ ലാസ്റ്റ് ടാസ്ക്കാണ്. അതിനകത്ത് നമ്മൾ കണ്ടു ആരൊക്കെയാണോ മിഡ് വീക്ക് ടെർമിനേഷനിൽ ഉള്ള ആൾക്കാർ അവർ തന്നെയാണ് ചെയ്യേണ്ടത്, അവരുടെ ടീം മെമ്പേഴ്സ് എല്ലാം. അപ്പോൾ അതിനകത്ത് അനീഷാണ് നന്നായി ചെയ്തത്. കാരണം നമ്മൾ കണ്ടു 2 റൗണ്ട് ഉണ്ടായിരുന്നു, 2 റൗണ്ട്സിലും അനീഷ് തന്നെയാണ് നന്നായി ചെയ്തത്. അപ്പോൾ മറ്റുള്ള ടാസ്കിലൊക്കെ അനീഷാണ് ഇപ്പോൾ അനീഷിൻ്റെ ഗ്രൂപ്പ് മെമ്പേഴ്സിന് പകരം ചെയ്തതെങ്കിൽ അനീഷിന് മുമ്പേ തന്നെ നല്ല പോയിൻറ്റ്സ് കിട്ടിയാണ്. ഇതിപ്പോൾ ഈ ഒരു ഇത് കാരണം അനീഷ് രക്ഷപ്പെട്ടു. അങ്ങനെ അനീഷ് സേഫായി. അതിനകത്ത് നമ്മൾ കണ്ടു ഉനിയിലും ഷാരികയാണ് പോയത്. അപ്പോൾ അവരെ റെഡ് സോണിലോട്ട് ആണ് ആക്കിയത്. അപ്പം ഇനി നമുക്കറിയില്ല ഇവർ റെഡ് സോണിൽ നിന്ന് എങ്ങനെയാണ് തിരിച്ചു വരുമോ, അതോ ഇനി ഓഡിയൻസിൻ്റെ വോട്ട് പോലെയാണോ എന്നൊന്നും അറിയില്ല. അത് അധികം നമുക്ക് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ പറയുമായിരിക്കും ഇനി എങ്ങനെയാണ് അവരുടെ കാര്യം എന്നൊക്കെ. പിന്നെ നമ്മൾ കണ്ടത് വീണ്ടും ഒരു ചെറിയൊരു ഫൈറ്റ് പോലെയാണ്, ഇതേപോലെ ഫുഡിൻ്റെ ഇഷ്യൂ. അപ്പോൾ അനീഷടുത്ത് അനീഷിനോട് കുറേ പേര് അനീഷിനോട് പറയുന്നുണ്ട് കിച്ചൺ ടീം ക്യാപ്റ്റൻ അല്ലേ, ഫുഡ് എല്ലാവർക്കും തികയുന്നില്ല, ആദ്യം വന്ന ആൾക്കാർക്കൊക്കെ കുറേ കിട്ടി, പിന്നെ വരുന്ന ആൾക്കാർക്ക് കുറവാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് ശരിയാണ്. കാരണം കിച്ചൺ ടീമിൻ്റെ ക്യാപ്റ്റൻ എന്നുള്ളൊരു നിലയ്ക്ക് അനീഷ് അത് ശ്രദ്ധിക്കണമായിരുന്നു. കാരണം കഴിഞ്ഞ വീക്കിൽ നമ്മൾ കണ്ടു ബിന്നി അക്ബറിനോടും ഷാനവാസിനോടും പോയി പറയുന്നുണ്ട് ആട്ട കുറവാണ്, ചപ്പാത്തിക്ക് തികയില്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ അതേപോലെ ഇനിഷ്യേറ്റീവ് ചെയ്യണമായിരുന്നു അനീഷ്. ഇപ്പോൾ കിച്ചൺ ടീം ക്യാപ്റ്റനാ പറഞ്ഞിട്ട് വെറുതെ ഇരിക്കുക, അതേപോലെ വെറുതെ ഓരോ ഇഷ്യൂസ് ഉണ്ടാക്കുക എന്നല്ലാണ്ട് ഇതിൻ്റെയൊക്കെയുള്ള റെസ്പോൺസിബിലിറ്റി എടുക്കണം. ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ തികയോ അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും. അതേപോലെ തന്നെയാണ് കഴിഞ്ഞ ആഴ്ചത്തെ വീക്ക് ക്യാപ്റ്റൻസിയിലാണെങ്കിലും അത്ര നല്ല ഒരു റെസ്പോൺസിബിലിറ്റി ഒന്നും അനീഷിൻ്റെ ഭാഗത്തുണ്ടായിരുന്നില്ല. അപ്പോൾ അതും ഒരു റീസണാണ്. അനീഷ് അത്ര നല്ലൊരു ക്യാപ്റ്റൻ അല്ല എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. പിന്നെ നമ്മൾ കണ്ടത് അനുമോളെ കുറിച്ചിട്ട് അപ്പോൾ അനീഷടുത്തും രേണു സുധിയും സരികയെല്ലാം പറയുന്നതാണ്. അനുമോൾ ഇന്നലെ കുറ്റം പറയുന്ന ആളെ അല്ല ഇന്ന് പറയുക, ഇന്ന് വേറെ ആളായിരിക്കും. കാരണം അനീഷിനെ 2 ദിവസം മുമ്പ് കുറ്റം പറഞ്ഞു നടന്നു, ഇന്ന് അനീഷ് നല്ലതാണെന്ന് പറഞ്ഞു എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ എങ്ങനെ അവളെ വിശ്വസിക്കും? അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇവർ 3 പേരും തമ്മിലും. അപ്പം മേ ബി ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അനുമോൾ 2 ദിവസം മുമ്പ് ഇപ്പം അപ്പോൾ അനീഷടുത്തും അനുമോളും ടാസ്ക് 100% ചെയ്തില്ല എന്നുള്ളത് അനീഷ് പറയുന്നുണ്ട്. അപ്പോൾ അനീഷ് ചിലപ്പോൾ ആ ഒരു ഇതിലായിരിക്കും അനീഷിനെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ടുണ്ടാവുക. ഇന്ന് ടാസ്ക് നന്നായി ചെയ്തത് കാരണമായിരിക്കും അനീഷിനെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അത് ഓരോ ദിവസം പോലെയായിരിക്കും ചിലപ്പോൾ അനുമോള് അവരോടുള്ള ഇടപെടൽ. അപ്പോൾ അത് നമുക്കറിയില്ല, ചിലപ്പോൾ അത് അനുമോളുടെ ക്യാരക്ടർ അങ്ങനെ ആയിരിക്കാം. എന്തോ നമുക്ക് അതിനെക്കുറിച്ചിട്ട് എനിക്ക് പ്രത്യേകിച്ചൊരു ഒപ്പീനിയനൊന്നുമില്ല. അങ്ങനെ അവരെ കുറിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് വിശ്വസിക്കുക അനുമോളെ, അങ്ങനെ പറഞ്ഞിട്ട് ഇവർ 3 പേരും ഒരു ഡിസ്കഷൻ പോലെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വേറൊരു ഇൻസിഡൻറ്റ് കണ്ടത് സാധാ ദിവസം പോലെ തന്നെ ജിസൈലിൻ്റെ ഇത് കോട്ടും അതേപോലെ എല്ലാം സെർച്ച് ചെയ്യുന്നതാണ്, മേക്കപ്പ് പ്രോഡക്ട്സ് വല്ലതും ഉണ്ടോ എന്ന് നോക്കിയിട്ട്. അനുമോളും അതേപോലെ ശൈത്യ ഇവരെല്ലാവരും, നൂറാദർ അവരെല്ലാവരും. അപ്പോൾ എന്നും ഇതന്നെ അനുമോൾക്ക് ഇതല്ലാണ്ട് വേറൊന്നും ചെയ്യാനില്ല എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. കാരണം ഇപ്പോൾ 3-4 ദിവസമായിട്ട് എന്നും ഇത് കാണിക്കുന്നുണ്ട്. എന്നിട്ട് അവസാനം ജിസയിൽ കാണുകയും ചെയ്യും, എന്നിട്ട് ആവശ്യമില്ലാത്തൊരു ഇഷ്യൂ ജിസയിൽ പറയും എൻ്റെ കയ്യിലൊന്നുമില്ല, എന്നിട്ട് വീണ്ടും ഒരു ഇഷ്യൂ ഇല്ല, ഞങ്ങൾ അറിയാണ്ട് യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ എങ്ങനെയാണത് അവിടുത്തേത്, അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ ഇതല്ലാണ്ട് വേറൊന്നും അവർക്ക് അവിടെ ചെയ്യാനില്ലേ എന്നുള്ളതാണ് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ. പിന്നെ അത് കഴിഞ്ഞിട്ട്
എന്താ ജിസേൽ അനുമോള് പോയി കരയുന്നുണ്ട് വീണ്ടും. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഓരോരോ കാര്യത്തിന് കരയും. ഇന്നലെ 2 ദിവസം മുമ്പ് ഹൈറ്റ് കുറവാന്ന് പറഞ്ഞിട്ട് കരഞ്ഞു. ഇപ്പോൾ ഇന്നലെ കരഞ്ഞു. എന്താ പറയുക, എന്തൊക്കെയോ കാര്യങ്ങളിലും അതേപോലെ വീട്ടുകാരെ കാണണം എന്നുള്ള ഒരു കാര്യത്തിൽ പോയി കരയണ കണ്ടു. അപ്പോൾ ഈ കരച്ചിലും അതേപോലെ ഈ സെർച്ചിങ്ങും അല്ലാണ്ട് അനുമോള് പ്രത്യേകിച്ച് ആ വീട്ടിൽ ഇപ്പോൾ 2-3 ദിവസമായിട്ട് വേറൊന്നും ചെയ്യണ പോലെ എനിക്ക് തോന്നിയില്ല. അതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. പിന്നെ എന്താ പറയുക, ഇതൊക്കെയാണ് ഇന്നലത്തെ എൻ്റെ റിവ്യൂ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ട് നമുക്ക് നാളെ വീണ്ടും വരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.